യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമാകുന്നൊരു പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല ദാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികളിൽ അനേകർ കിടന്നുറങ്ങി. എന്നാൽ ഇന്ന് പ്രഭാതം കാണാതെ അവരൊക്കെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് നല്ലൊരു പ്രഭാതം, ആരും കാണാത്തൊരു പ്രഭാതം ദൈവം തന്നിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ പുട്ടും കടലയും അപ്പവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്പനേരം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ താല്പര്യത്തോടെ TV ഓൺ ചെയ്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ സന്തോഷമുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകൽ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു വാക്യം വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അനന്തരം അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ച് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവേൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിനെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ച് കൊണ്ടുവരുവേൻ. നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവേൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന ഒരു സമയത്ത് സംഭവിക്കുന്ന ഒരു സംഭവ ചരിത്രമാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും കാണുവാൻ കഴിയുന്നത്. ഇവിടെ യേശു കർത്താവ് ബേത്ഫാഗയിൽ എത്തിയപ്പോൾ തൻ്റെ 2 ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന 2 കഴുതകളെ കാണും. ആ 2 കഴുതകളെയും നിങ്ങൾ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് പറഞ്ഞ് യേശു അവരെ അയക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരോട് യേശു കർത്താവ് പറയുന്ന മറ്റൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുവാനിവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളോട് എന്തിനാണ് ഈ കഴുതിയെ അഴിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കിയാൽ മനുഷ്യർക്ക് മനുഷ്യനെ ആവശ്യമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം നിൽക്കുന്നത്. മക്കൾക്ക് മാതാപിതാക്കന്മാരെ ആവശ്യമില്ല, മാതാപിതാക്കന്മാർക്ക് മക്കളെ ആവശ്യമില്ല, അതുപോലെ സഹോദരി സഹോദരന്മാരെ ആവശ്യമില്ല. ഏതെങ്കിലും കാരണം കൊണ്ട് അവരെ ഉപേക്ഷിച്ച് കളയുവാൻ മനസ്സുള്ളവരായി നിൽക്കുന്ന ലോകത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന വസ്തുത നാം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മാസിക വായിച്ചപ്പോൾ വൃദ്ധസദനത്തിൽ താമസിക്കുന്ന ഒരു മാതാവ് വേദനയോടെ കണ്ണുനീരോടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. ഞങ്ങൾ ഇവിടെ വളരെ വീർപ്പുമുട്ടിയാണ് ജീവിക്കുന്നത്. ഞങ്ങളെ ആരെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുപോയിരുന്നു എങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ആ മാതാവ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളെ കൊണ്ടുപോകുവാൻ ആരുമില്ല, ഞങ്ങൾക്ക് എല്ലാവരുമുണ്ട്, പക്ഷെ ഞങ്ങളെ ആർക്കും വേണ്ട എന്ന രോദനത്തോടെ പറയുന്നൊരു മാതാവിനെ ഞാൻ ആ മാസികയിൽ കാണുവാനിടയായി. ഇത് നമ്മുടെ കുടുംബത്തിൻ്റെയും ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇന്ന് പലർക്കും വേണ്ടാത്ത ഒരു കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, പണമാണ് ഇന്ന് മനുഷ്യന് ഏറ്റവും മുഖ്യമായ വസ്തുത. ഒരുവന് പണം കുറവാണെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്ത് കളയുന്ന, അവനെ വേണ്ടാത്ത ഒരു തലത്തിലേക്ക് മനുഷ്യൻ അവനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായേക്കാം. നിങ്ങളാൽ ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളെ വേണ്ടാത്തവരാണ്, നിങ്ങൾക്ക് കഴിവില്ലാത്തവരാണ്, നിങ്ങൾ പ്രയോജനമില്ലാത്തവരാണെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിലായിരിക്കാം താങ്കൾ ജീവിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങളെ ആവശ്യമുണ്ടാവുകയില്ല, യേശു കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. അവിടെ പറയുന്ന പദം ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ, കർത്താവ് അവയെ കൊണ്ട് ആവശ്യമുണ്ട്. ആരാണ് കർത്താവ്? കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്തൃത്വം നടത്തുന്നവൻ, നമ്മെ നയിക്കുന്നവൻ. അങ്ങനെയെങ്കിൽ യേശു പറയുന്നു എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണമേ, നമ്മുടെ കർത്താവിന് നമ്മെ ആവശ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് അതിൽ നിന്നും വെളിപ്പെട്ട് വരികയാണ്. നമ്മുടെ ജീവിതത്തിലെ സകലതും നിറവേറ്റി തരുവാൻ, സകല ആവശ്യങ്ങളെയും നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. ഇനി നാം ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മെ ആവശ്യമുണ്ടെന്ന് താൻ പറയുന്നത്? ഒരു കാരണമുണ്ട്. മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിലേക്ക് പിന്മാറിപ്പോയി നോക്കിയാൽ അവിടെ യഹോവയാകുന്ന ദൈവം ആദാം ഹവ്വമാരെ സൃഷ്ടിക്കുന്നത് ബൈബിളിൽ നിന്ന് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പഴയ നിയമത്തെ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ ഏദൻ തോട്ടത്തിൽ ആക്കുമ്പോൾ അവരോട് കൂടെ വസിക്കുവാനും അധിവസിക്കാനും അവരോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ആ വേദഭാഗത്ത് നിന്നും കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അതിനൊരു അർത്ഥമുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടുന്നത് എല്ലാം കരുതി ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിട്ടാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് നാം ഒന്നിനാലും ഭാരപ്പെടേണ്ട, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആദ്യം നിങ്ങളെ ഓർപ്പിച്ചു, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവൻ. അതെ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തതിന് ശേഷമാണ് യേശു കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുഖസുഭിക്ഷമായി ജീവിക്കുന്നതായ ആ ആദാമും ഹവ്വായും